തങ്ങൾപാറയ്ക്കുള്ളൊരു കുറുക്ക് വഴിയിലൂടെയുള്ള യാത്രയാണ്. അങ്ങനെ പുൽമേടുകൾ താണ്ടിയുള്ള യാത്ര ബഹു രസകരമായ യാത്ര തന്നെയാണ്. അങ്ങനെ ഈ വഴി എല്ലാവർക്കും അറിയാവുമെന്ന് അറിയത്തില്ല, പക്ഷേ ഇത് പബ്ലിക് വഴിയല്ല, ആണിൻ്റെ അകത്തെ ഒരു ഇഷ്യൂ. അതിരാവിലെ പുറപ്പെട്ടു, തങ്ങൾപാറയ്ക്ക് സമീപം എത്താറായി. നമ്മൾ തങ്ങൾപാറയ്ക്കിലേക്ക് നീങ്ങുകയാണ്. തങ്ങൾപാറയിൽ ഈ വരുന്ന ഏപ്രിൽ മാസം 26-ാം തീയതി ഞായറാഴ്ച കോലാലമേട് തങ്ങൾപാറ ആണ്ട് നേർച്ചയാണ്. ആണ്ട് നേർച്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 24-ാം തീയതി വൈകിട്ട് 4 മണിക്ക് ഏന്തിയാർ ബദരിയ ജമാഅത്ത് പ്രസിഡന്റ് PY അബ്ദുൽ ലത്തീഫ് പണിക്കുവീടിൽ കൊടിയേറ്റും. ശനിയാഴ്ച 25-ാം തീയതി രാവിലെ 9:30 മുതൽ സിയാറത്ത് മൗലൂദ് പാരായണം, തുടർന്ന് 11:30 മുതൽ എല്ലാ മാസവും നടത്തിവരുന്ന തങ്ങൾപാറ സ്വലാത്ത് എന്നിവ നടക്കും. മണ്ടവരം പോവില്ലേ? മണ്ടവരം പോവാ, പോയിട്ടേ പയ്യെ കയറി പോയാൽ നമ്മൾ ഇവിടെയാണ് കച്ചവടം. നമ്മുടെ സാധനങ്ങളൊക്കെ ഇങ്ങനെ വൈകിട്ട് ഭയങ്കര തണുപ്പല്ലേ? വൈകിട്ട് ഭയങ്കര തണുപ്പല്ലേ? ആണല്ലേ? അങ്ങനെ ഞങ്ങൾ തങ്ങൾപാറയിലേക്കുള്ള കയറ്റം ആരംഭിച്ചിരിക്കുകയാണ്. നമ്മൾ ആണ്ട് നേർച്ചയ്ക്ക് തൊട്ട് മുമ്പുള്ള ആഴ്ചയിൽ ഇവിടെ എത്തി. തങ്ങൾപാറ ഒന്ന് പരിചയപ്പെടുത്താൻ ഉള്ളൊരു വീഡിയോ കേട്ടോ. പൂർണ്ണമായും തങ്ങൾപാറയ്ക്ക് കയറുന്ന ഒരു വീഡിയോ ആണിത്. നമ്മൾ മിസ് ചെയ്യാതെ കാണുക. ഏപ്രിൽ 26-ന് രാവിലെ 9:30 മുതൽ സിയാറത്ത്, ദിക്കർ ഹൽഗ, സ്വലാത്ത്, മൗലൂദ് പാരായണം, ഖുർആൻ പാരായണം എന്നിവയ്ക്ക് അഫ്സൽ സഖാബി കരിപ്പൂർ, സുലൈമാൻ, ഷിയാദ് അംജി തുടങ്ങിയവർ നേതൃത്വം നൽകും. 10:30 മുതൽ ഉസ്താദ് മുഹമ്മദ് അഫ്ഗാനി ഉദ്ബോധന പ്രസംഗവും 11:30 മുതൽ TA ഖാലിദ് ഉവൈസി മുഖ്യപ്രഭാഷണവും നടത്തും. തുടർന്ന് നടക്കുന്ന ദുആ സമ്മേളനത്തിൽ ആലപ്പുഴ മസ്താൻ പള്ളി ചീഫ് ഇമാം സയ്യിദ് അബ്ദുൽ ആമീൻ വഹാബി അൽ അസരി തങ്ങൾ നേതൃത്വം നൽകും. MA അബ്ദുൽ അസീസ് സഖാബി, PP ഖാലിദ് സഖാബി, മുഹമ്മദ് സലീം സഖാബി, KM അബ്ബാസ് മുസ്ലിയാർ, AA മുഹമ്മദ് ഷരീഫ് മൗലവി എന്നിവർ നേതൃത്വം നൽകും. തുടർന്ന് തങ്ങൾപാറയിൽ 26-ാം തീയതി എത്തിച്ചേരുന്ന എല്ലാവർക്കും തന്നെ നേരത്തെ ചോറ് വിതരണം ഉണ്ടായിരിക്കുന്നതാണ്. ഇവിടെ നടക്കുന്ന ആണ്ട് നേർച്ചയിലും അതുപോലെ തന്നെ ഇവിടെ ഈ നാട്ടിൽ വന്ന് തങ്ങൾപാറയിൽ വന്ന് അതീവ സുന്ദരമായ മനോഹരമായ കാഴ്ചകൾ കണ്ട് ആനന്ദ നിർവൃതി അടയുവാൻ ഏവരെയും സഹർഷം തങ്ങൾപാറയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. തങ്ങൾപാറയിലും അതുപോലെ തന്നെ നമ്മുടെ വാഗമൺ കുരിശുമലയിലും മുരുകന്മലയിലും ഒക്കെ വന്ന് നമ്മുടെ ഈ പ്രകൃതി ഭംഗി ആസ്വദിക്കുക എന്ന് പറയുന്നത് ജീവിതത്തിൽ വളരെ അധികം നമുക്ക് സന്തോഷം നൽകുന്ന കാര്യങ്ങളാണ്. അതുപോലെ തൊട്ടടുത്ത് തന്നെയുള്ള വാഗമൺ മൊട്ടക്കുന്നുകൾ, അതുപോലെ പൈൻ ഫോറസ്റ്റ്, അതുപോലെ അഡ്വഞ്ചർ പാർക്ക്, പാരാഗ്ലൈഡിങ്, ഇതെല്ലാം സന്തോഷം നൽകുന്നതാണ്. അവിടെ കയറിയിട്ട് വന്നോ? പോകുന്നതാണോ? കയറുന്നാളൂ? എവിടെയാ വീട്? ഹരിപ്പാട്. രണ്ടുപേരേ ഉള്ളൂ? ആണോ? അടുത്ത ഞായറാഴ്ച ആകുമ്പോൾ ഇവിടെ ആണ്ട് നേർച്ചയാണ്. ആണ്ട് നേർച്ച അടുത്ത ഞായറാഴ്ച. ഭയങ്കര നല്ല തിരക്കാ. എന്നാ ശരി. ഇപ്പം നമ്മുടെ ടിക്കറ്റിൻ്റെ വിൽപ്പന ഉള്ളതുകൊണ്ട് നമ്മൾ അതിരാവിലെ തന്നെ കയറി ഇവിടെ ഗേറ്റൊക്കെ തുറന്ന് സഞ്ചാരികൾ ആദ്യമൊക്കെ വന്ന സഞ്ചാരികൾ കയറി ഇറങ്ങി. ഇന്നിപ്പം ഉച്ച കഴിഞ്ഞാൽ ഇവിടെ
ശക്തമായ ഇടിമിന്നലുള്ള സാധ്യതയുണ്ട് ഉച്ച കഴിഞ്ഞാൽ. കാരണം വേനൽ മഴ ശക്തമായിക്കൊണ്ടിരിക്കുക. ഉള്ളത് പറഞ്ഞാൽ ഇത്രയും തൊട്ടടുത്ത് താമസിച്ചിട്ട് ഇവിടെ വരെ കയറി വരാനോ ഈ പ്രകൃതി ദൃശ്യങ്ങൾ ആസ്വദിക്കാനോ വേണ്ട വിധത്തിൽ അതിനുള്ള സമയം ഇതുവരെ കണ്ടെത്തിയിട്ടില്ലെന്നുള്ളത് വളരെ എന്താ പറയുന്നത് പരിതാപകരമായ കാര്യമാണ്. ശരിക്കും പറഞ്ഞാൽ ആഴ്ചയിലൊന്നൊക്കെ ഇതുപോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ വന്ന് ഈ സുന്ദര നിമിഷങ്ങളൊക്കെ ആസ്വദിക്കേണ്ടതാണ്. കണ്ടോ ആ ചെക്ക് ഡാമിൻ്റെ സൈഡ് വഴിയൊക്കെ ഇതിനു വേണ്ടിയിട്ട് ടൂറിസ്റ്റുകൾ ഒരുപാട് വരുന്നുണ്ട്. ഫോട്ടോ എടുക്കാൻ വീഡിയോ എടുക്കാനൊക്കെ ആയിട്ട് ഒരുപാട് ആൾക്കാർ ഇവിടെ എത്താറുണ്ട്. ഇളങ്കാട്ടിൽ നിന്ന് നമ്മൾ നോക്കുമ്പോൾ കാണുമ്പോൾ ചെറിയ പൊട്ടുപോലെ കാണപ്പെടുന്ന ആ കെട്ടിടങ്ങൾ, അതായത് റിസോർട്ടുകൾ ആണ് നമ്മൾ ഇവിടുന്ന് കാണുമ്പോൾ കാണുന്ന റിസോർട്ടുകൾ. പുതിയതായി പണി കഴിപ്പിച്ചുകൊണ്ടിരിക്കുന്ന റിസോർട്ടുകളുണ്ട്, അതുപോലെ തന്നെ പഴയ റിസോർട്ടുകളുണ്ട്. വിനോദസഞ്ചാരികൾക്ക് ഇവിടെ തങ്ങി പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ പറ്റിയ രീതിയിലുള്ള റിസോർട്ടുകൾ ആണ് ഇവിടെ അധികമായിട്ട് ഉള്ളത്. ഈ തെങ്ങൽപ്പാറ ഈ മലകയറ്റം എന്ന് പറയുന്നത് നമ്മൾ വളരെ ഈസി ആയിട്ട് വേണമെങ്കിൽ കയറി പോകാം. വളരെ കുറച്ച് വിശ്രമിച്ച് പയ്യെ സാവകാശം പോയി കഴിഞ്ഞാൽ സിമ്പിളായിട്ട് കയറി പോകാൻ സാധിക്കും. അപ്പോൾ നമ്മൾ മുമ്പേ കാണിച്ച ഭാഗം നമ്മുടെ ഇളങ്കാട് ഭാഗമാണെങ്കിൽ ഇതാ വാഗമണ്ണിൻ്റെ ഭാഗം. ഇത് രാവിലത്തെ സൂര്യപ്രകാശം നമുക്ക് അനുകൂലമല്ല, അതുകൊണ്ട് വീഡിയോ എത്ര ക്ലിയർ ആവുമെന്ന് അറിയത്തില്ല. വാഗമൺ ടൗൺ ഭാഗമായിരുന്നു. മലഞ്ചെരുവുകളിലെ തേയിലത്തോട്ടങ്ങളിലെ മനോഹാരിത ഇവിടെ നിന്ന് ആസ്വദിക്കുക എന്ന് പറയുന്നത് വളരെ സന്തോഷം നൽകുന്ന കാര്യമാണ്. നിങ്ങൾക്കത് കാണുമ്പോൾ തന്നെ മനസ്സിലാകും. ഒരു കുടുംബം പാറ കയറാൻ വേണ്ടി എത്തുന്നുണ്ട്. ഇവിടെ മുതൽ കുറച്ച് ഭാഗം ഈ വഴി നടപ്പ് വഴി നമുക്ക് കോൺക്രീറ്റ് ചെയ്തതായിട്ട് കാണപ്പെടാൻ സാധിക്കും. അതിരാവിലെ തന്നെ മലമുകളിൽ കയറി തിരിച്ച് തങ്ങൾപ്പാറയിൽ പോയിട്ട് തിരിച്ചു വരുന്ന ആൾക്കാരെ നമുക്ക് കണ്ടെത്താൻ സാധിച്ചു. അതിരാവിലെ വന്നോ? അല്ല കയറി ഇറങ്ങുവാണ്. ഇവിടുന്ന് കുറച്ച് വഴികൾ കോൺക്രീറ്റ് വഴികളാണ്. അത്യാവശ്യം സാധനങ്ങളൊക്കെ മുകളിൽ എത്തിക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തിൽ കോൺക്രീറ്റ് ചെയ്തിരിക്കുന്ന സാവകാശം ഇതിൻ്റെ ഈ നടപ്പ് വഴിയുടെ ഇരുവശത്തുമുള്ള കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ നടക്കുകയാണെങ്കിൽ നമുക്ക് ഈ നടക്കുന്നതിൻ്റെ ഒരു ഫീല് ഉണ്ടാകാതെ തന്നെ വലിയ നടപ്പ് അല്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകാതെ തന്നെ മല കയറാൻ സാധിക്കുമെന്നുള്ള കാര്യം വളരെ തന്ത്രപരമായ കാര്യമാണ്. ഏതാണ്ട് കാൽഭാഗത്തോളം ദൂരം നമ്മളെത്തി. ഇനിയുള്ള തങ്ങൾപ്പാറ കയറ്റമാണ് നമുക്ക് വളരെയധികം ശ്രദ്ധിക്കാനുള്ളത്. നമ്മൾ മല കയറി ഇതിൻ്റെ ഭംഗി ആസ്വദിച്ച് രണ്ട് സൈഡിലോട്ട് പോകുമ്പോൾ തന്നെ ഇവിടുത്തെ കാലാവസ്ഥ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. കാറ്റുള്ള സമയമാണെങ്കിൽ ഒരു കാരണവശാലും രണ്ട് സൈഡിലേക്ക് പോകാൻ പാടില്ല. ഇതിൻ്റെ ആ വഴിയിൽ കൂടി മാത്രമേ സഞ്ചരിക്കാൻ പാടുള്ളൂ. ഇവിടെ രണ്ട് സൈഡിലും തന്നെ ഇതിന് വേണ്ട നിർദ്ദേശങ്ങളടങ്ങിയ ബോർഡുകൾ വെച്ചിട്ടുണ്ട്. ആ ബോർഡ് പോലും ചിലത് പറന്നു പോയിട്ടുണ്ട്. അപ്പം ഇവിടുത്തെ കാറ്റെന്താണെന്ന് നമുക്ക് ചിന്തിക്കാനും നമുക്ക് മനസ്സിൽ കരുതുന്നതിനപ്പുറമായിരിക്കും ഇവിടുത്തെ കാറ്റ്. അത് ഇവിടുന്ന് നമുക്ക് വളരെ വേണ്ടപ്പെട്ട നമുക്ക് നിർദ്ദേശങ്ങളെല്ലാം ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ പ്രകൃതി ഭംഗി ആസ്വദിച്ച് തീർച്ചയായിട്ടും ഇവിടെ എത്തും എന്നുള്ളത് ഉറപ്പാണ്. എന്നാലേ ഇതിൻ്റെ ആ പരിപൂർണത ഇവിടുത്തെ എന്നുള്ള ഭംഗി ആസ്വാദനം നമുക്ക് സാധിക്കുകയുള്ളൂ. നമുക്ക് ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ വളരെയധികം ദൂരെ വരെ ഇതിൻ്റെ ഭംഗി ആസ്വദിക്കാൻ സാധിക്കുമെന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. രണ്ട് സൈഡ്, ഒരു സൈഡിൽ കോട്ടയം ജില്ലയും ഒരു സൈഡ് ഇടുക്കി ജില്ലയിലെയും ഭംഗി ആസ്വദിക്കാൻ നമുക്ക് സാധിക്കും. ഏലപ്പാറ പഞ്ചായത്താണ് വല സൈഡെങ്കിൽ ഇടത് സൈഡിൽ നമുക്ക് കൂട്ടിക പഞ്ചായത്തും. മല കയറാൻ ബുദ്ധിമുട്ടുള്ളവർ സാധാരണ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടുന്ന് തൊട്ടടുത്തുള്ള മല കണ്ടു കഴിയുമ്പോഴേ അവർ ആ യാത്ര അവിടുന്ന് അവസാനിപ്പിക്കും എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു വസ്തുത. കാരണം ഇവിടുന്ന് അങ്ങോട്ട് കുറച്ച് നല്ല കയറ്റമാണ്. ആ കയറ്റം കയറിയാൽ മാത്രമേ മക്കാമിലെത്താൻ സാധിക്കൂ. അതുകൊണ്ട് പകുതി ദൂരത്തോളം നമുക്ക് 1 കിലോമീറ്ററാണ് ദൂരമുള്ളത്. 500 മീറ്ററിൽ ഇനിയും കൂടെ ഉണ്ട്. പകുതി ദൂരം എത്തിയിട്ടുണ്ട്.
മക്കാമിലെത്തി തിരികെ എത്തുന്ന ഒരു കുടുംബത്തെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോ ഞാൻ അജയ് നമ്മളുടെ തൊട്ട് താഴെ അങ്ങനെ താമരശ്ശേരി എന്ന് പറഞ്ഞ ഒരു കുടുംബത്തെ നമ്മൾ കണ്ടുപിടിക്കുകയാണ്. നിങ്ങൾ പറയുക അടുത്ത ഞായറാഴ്ച ആയിരുന്നു ഇവിടെ ആണ്ടുനേർച്ചയായിരുന്നു. അടുത്ത ഞായറാഴ്ച 26-ാം തീയതി. എപ്പോൾ എത്തി? ആ കുടുംബടക്കം. ശരി, ഇത് നമുക്ക് ഫേസ്ബുക്കിലുണ്ട് സന്തോഷ് കാരക്കരയിൽ, പിന്നെ പാലിയൻ്റ് എന്ന് പറഞ്ഞുകൊണ്ട് യൂട്യൂബിലുണ്ട്. സന്തോഷ് കാരക്കര കഴിഞ്ഞോ? മലയാളം അല്ല ഇംഗ്ലീഷ് തന്നെ. സന്തോഷ് കാരക്കര. നമുക്ക് അമീൻ മലപ്പുറം എന്ന് പറഞ്ഞൊരു ഫ്രണ്ട് ഉണ്ട്. അമീൻ മലപ്പുറം ഒരു KARO ഐ ഇല്ലതാ. ഐയുടെ സ്ഥാനത്ത് ഓയാ അല്ല ഇങ്ങനെ എഴുതി. അവരെന്നും അടുത്ത് തന്നെ കേട്ടാ. ഫോട്ടോ എടുക്കലാണ്. ഷെരീഫ് അതിനാ ഫോളോ ചെയ്തൊക്കെ നോക്കിയാൽ മതിയല്ലോ അല്ലേ? ആ ഓനെ പേരനാ? ഓനെ പേരനാ? പേടിയല്ലേ നിങ്ങള്? നമ്മളിതാ മേലെ കാണുന്നുണ്ടാ? വരുന്നുണ്ടാ? ഓ മടുത്തു പോയെന്ന് തോന്നുന്നു. എങ്ങനെയുണ്ട് യാത്ര? യാത്ര ഉഷാറ്. ആണോ? എവിടെയാ സ്ഥലം? കണ്ണൂര്. കണ്ണൂര്. പേര്? ഷിജു. ആ ഫാമിലി ആയിട്ട് വന്നാ? നമ്മൾ ഇതിന്റെ നേരെ താഴെ. ആ നേരെ ആരാന്നുകൊണ്ട് കാര്യമില്ല. ഞാൻ അവന് ഇവിടെ ഇതിനേക്കാൾ ഒരു കുറച്ചുകൂടെ ഉള്ളപ്പോൾ കയറിയതാ. അതിന് പോയി കയറിയിട്ടില്ല. ഇല്ല, നമുക്ക് നല്ല സമയം കിട്ടുന്നില്ല, ജീവിത സാഹചര്യം അങ്ങനെ. ഈ ഒരു ദിവസം ഇതിപ്പോൾ അടുത്ത ഞായറാഴ്ച ആണ്ടുനേർച്ച ആയതുകൊണ്ട് വീഡിയോ ഇടാൻ വേണ്ടി കയറിയതാ. ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒക്കെ വീഡിയോ ഇടുന്നുണ്ടേ. അപ്പോൾ ആ കൂടുതലായിട്ട് വീഡിയോ ഇടാൻ വേണ്ടി കയറിയതാ. മടുത്തെങ്കിൽ ഇരുന്ന് വിശ്രമിച്ചൊക്കെ പോകും. എന്താണ് പേര്? ഹരീഷ്. എല്ലാവരും കണ്ണൂരാ? ആ കറക്റ്റ് കണ്ണൂര് തന്നെ അല്ലേ? കണ്ണൂർ എയർപോർട്ട്. എന്നായിക്കോട്ടെ. അങ്ങോട്ട് പോകും.
ആ ഒന്നുകൂടെ എടുക്കണം. അല്ല ഇതിന്റെ അടുത്താണോ വീടോ? ആ വീട് നേരെ താഴെയാ, കുറച്ച് ദൂരമുള്ളൂ. അതാ ഞാൻ പറഞ്ഞിട്ടേ ഈ പ്രായത്തിലൊക്കെ കേറിട്ടേ ഉള്ളൂ. അത് കഴിഞ്ഞ് ഞാൻ ഇപ്പോഴാണ് കയറുന്നത്. ഇല്ല, നമ്മള് അന്നേരം ഓരോ പണിയൊക്കെ അല്ലായിരുന്നു. ഞാൻ ചായക്കട പണിയൊക്കെ ആയിരുന്നേ. അത് വർഷങ്ങളായതിൻ്റെ ആ ഫീൽഡിൽ ജോലി ചെയ്ത് നമുക്ക് സമയം കിട്ടത്തില്ലല്ലോ. പിന്നെ ഇപ്പോൾ ലോട്ടറി പരിപാടികളൊക്കെ ആയിട്ട് ഇങ്ങനെ വീഡിയോ ഒക്കെ ഇടുന്നത് ഫേസ്ബുക്കിലും യൂട്യൂബിലും. അങ്ങനെ ഇടാൻ തുടങ്ങിയപ്പോൾ ഞാൻ തീർച്ചയായിട്ടും വീഡിയോ എടുക്കാൻ വേണ്ടി വന്നതാണ്. നല്ല ഉയരമുള്ള സ്ഥലമായതിനാൽ ഇവിടെ ശക്തമായ കാറ്റാണ്. നമ്മൾ ഈ പാറയിൽ വന്നു കഴിഞ്ഞാൽ അടുത്ത ഈ സ്ഥലത്തേക്കുള്ള വഴി ഇവിടുന്ന് നേരെ അങ്ങോട്ടല്ല, ഇവിടുന്ന് നേരെ താഴെ ഇറങ്ങി വലത് സൈഡിലേക്കുള്ള വഴിയുണ്ട്. ആ വലത് സൈഡിൽ ഇറങ്ങി അതിൻ്റെ പാറയുടെ സൈഡിൽ കൂടെ വേണം അടുത്ത കയറ്റത്തിലേക്ക് അല്ലെങ്കിൽ അടുത്ത പോയിന്റിലേക്ക് നമുക്ക് കടക്കുവാൻ വേണ്ടിയിട്ട്. ഇവിടെ നിന്ന് പ്രകൃതി ദൃശ്യങ്ങൾ ആസ്വദിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം. രണ്ട് സൈഡിലോട്ടും ഭയങ്കര കുഴിയാണ്. ഈ സൈഡിൽ കൂടെ വലത് സൈഡിൽ കൂടെ വേണം താഴോട്ട് ഇറങ്ങി അതുവഴിയുള്ള നടപ്പാതയിലൂടെ വേണം നീങ്ങുവാൻ വേണ്ടിയിട്ട്. ഇവിടെയെല്ലാം കൃത്യമായിട്ട് കുട്ടികൾ ഉൾപ്പെടെയുള്ളവരെല്ലാം വളരെയധികം ശ്രദ്ധിക്കണം. രണ്ട് സൈഡിലും ശക്തമായ കുഴിയാണ്. പ്രകൃതി ഭംഗി ആസ്വദിക്കുകയും ഫോട്ടോ എടുക്കുകയൊക്കെ ചെയ്യുന്ന കൂട്ടത്തിൽ നമ്മളുടെ ശ്രദ്ധയും കൂടെ ഇവിടെ വേണം എന്നുള്ള കാര്യം പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. ഇതുവരെ പ്രധാനപ്പെട്ട അതിൻ്റെ അകത്തെ തങ്ങൾപാറയിലോട്ടുള്ള കയറ്റം കഴിഞ്ഞ് ഇനി കുറച്ച് ദൂരം ഒരു സിമ്പിളായിട്ടുള്ള ദൂരമാണ്. ഇപ്പോൾ തിരക്ക് കുറവാണ്, പക്ഷേങ്കിൽ ആണ്ട് നേർച്ചയുടെ സമയത്ത് ഭയങ്കര ശക്തമായ തിരക്കായിരിക്കും ഇവിടെ അനുഭവപ്പെടുന്നത്. ഇതാണ് മക്കളെ തങ്ങൾപാറയിലേക്കുള്ള വഴി. ഈ തെങ്ങൾപാറയിൽ നമ്മൾ ഇളങ്കാട് പോലെയുള്ള സ്ഥലത്ത് നോക്കുമ്പോൾ ഇതിൻ്റെ മധ്യഭാഗത്തായിട്ട് കുറേ കാട് പിടിച്ച് കിടക്കുന്ന ഭാഗമാണ്. ആ ഭാഗത്തെ മരങ്ങളാണ് ഈ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇത് ഇളങ്കാട് പോലെയുള്ള സ്ഥലത്ത് നിന്ന് നോക്കുമ്പോൾ മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ. ഇത്രയും ഭാഗത്തെ ഒരു ചെറിയൊരു കയറ്റം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ താഴോട്ട് മക്കാമിലേക്കുള്ള ഇറക്കമാണ്. നമ്മൾ ഇത്രയും ദൂരം വളരെ ശ്രദ്ധിച്ച് തന്നെ വരണം. നടക്കാൻ ബുദ്ധിമുട്ടൊക്കെ ഉള്ളവർ അല്പം വിശ്രമിച്ചൊക്കെ വരുന്നത് തന്നെ വളരെ നല്ല കാര്യമായിരിക്കും. സാധാരണഗതിയിൽ ഖബർസ്ഥാനിലേക്ക് എത്തുന്നതിനേക്കാളും കൂടുതൽ ആൾക്കാർ ടൂറിസ്റ്റുകൾ ഇവിടെ എത്താറുണ്ട്. വലിയ ഈ ഭദ്രകാളി ക്ഷേത്രത്തിന് സമീപത്തൂടെ ഒരു വണ്ടി വരുന്നുണ്ട്, കണ്ടോ? ജീപ്പ് കടന്നു വരുന്നത് നമുക്ക് കാണാം. അലങ്കാട് ടൗണ് അതുപോലെ എൻജാർ ടൗണ് വിശാലമായിട്ട് കാണാം. പുതിയ പുതിയ റിസോർട്ടുകൾ പണിതുകൊണ്ടിരിക്കുന്നു. പഴയ റിസോർട്ടുകൾ കാണാൻ സാധിക്കും. നമ്മൾ തങ്ങൾപാറയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുക. അപ്പോൾ തങ്ങൾപാറയ്ക്കടുത്ത് നമ്മളെത്തി. നമ്മൾ ഇതിനിടയ്ക്ക് പല സ്ഥലങ്ങളിലും ദൂര സ്ഥലങ്ങളൊക്കെ കണ്ടു. ഇത് നേരെ ഇളങ്കാടിന് തിരിഞ്ഞുള്ള ബസ്സാണ്, കണ്ടോ?
ഇളങ്കാട് ഏന്തിയാറ് തുടങ്ങിയ ഭാഗങ്ങളൊക്കെ കാണുന്ന പ്രദേശം. ഇതാ തങ്ങൾപാറ ഉണ്ടോ? തങ്ങൾപാറയ്ക്ക് തൊട്ടടുത്തെത്തിയിരിക്കുക. ഒരു അല്പം ഇറക്കം പോലെ നമുക്ക് തോന്നും. ഇവിടെ എത്തിയാൽ വളരെ സുന്ദരമായ അടിപൊളി മനോഹരമായ കാഴ്ചകളാണ്. നല്ല കാലാവസ്ഥ. എത്തിച്ചേരുന്നതിനുള്ള ചെറിയ ബുദ്ധിമുട്ടുകളും ഉള്ളൂ. കോട്ടയം ജില്ലയിലെ തങ്ങൾപാറയാണ്. കോട്ടയം ഇടുക്കി ജില്ലകളിലെ അതിർത്തി പ്രദേശമാണ്. അതിൽ കോട്ടയം ജില്ലയിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് കോലാലമേട്ടിലെ തങ്ങൾപാറ. ഷെയ്ഖ് ഫരീദുദ്ദീൻ കഞ്ചുഷക്കർ ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ്, ഒരു സൂഫി വര്യൻ. അവര് 775 വർഷങ്ങൾക്ക് മുമ്പ് വന്ന് ധ്യാനത്തിലായി, ഇബാദത്തിലായി, ആരാധനയിലായിട്ടിരുന്ന സ്ഥലം. അതാണ് കോലാലമേട് പ്രദേശത്തുള്ള തങ്ങൾപാറ. അഥവാ ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ സന്താന പരമ്പരയിൽ ഹിജ്റ 569 AD 1200 അഫ്ഗാനിസ്ഥാനിലാണ് ജനനം. അതുപോലെ ഇന്ത്യയുടെ സൂഫി കേന്ദ്രമായ അജ്മീർ, അവിടുത്തെ നേതാവ് അജ്മീർ ഖാജ തങ്ങൾ, അവരെ ശിഷ്യനായ ഖുത്ബുദ്ദീൻ ബഖ്തിയാർ കാക്കി തങ്ങളുടെ ശിഷ്യനാണ്. അതുപോലെ തന്നെ സമുദ്രനിരപ്പിൽ നിന്ന് 3560 അടി ഉയരത്തിലാണ് വാഗമൺ കോലാലമേട് തങ്ങൾപാറ സ്ഥിതി ചെയ്യുന്നത്. നാനാജാതി മതസ്ഥർ ആശ്രയ കേന്ദ്രമായിട്ട് കയറി വരുന്ന പ്രധാന ഒരിടം കൂടിയാണ് വാഗമണ്ണിലെ തങ്ങൾപാറ എന്ന് പറയുന്നത്. അവിടുത്തെ ആണ്ട് നേർച്ച ഈ ഏപ്രിൽ 24, 25, 26 തീയതികളിൽ ഇൻഷാ അല്ലാഹ് നടക്കുന്നതാണ്. 24-ാം തീയതി PY ലത്തീഫ് ബദരിയ മുസ്ലിം ജമാഅത്ത് എംപിആർ പ്രസിഡന്റ് കൊടിയുയർത്തുന്നതോടുകൂടി ഉദ്ഘാടനം ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ സെയ്ദ് അമീൻ ബാഫഖി തങ്ങൾ സമാപന പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകും. ഇൻഷാ അല്ലാഹ് 10,000-കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന ഈ ഉറൂസ് മുബാറക്ക് എല്ലാവരും പങ്കെടുക്കണമെന്ന് അറിയിക്കുന്നു. ഇൻഷാ അല്ലാഹ് തങ്ങൾപാറയുടെ പ്രവർത്തന സമയം എന്ന് പറയുന്നത് രാവിലെ 8 മണിക്ക് ഓപ്പൺ ചെയ്ത് 4:30 വരെ മാത്രമായിരിക്കും. അതിന് ഇടയിൽ മാത്രമേ തങ്ങൾപാറയിലേക്ക് പ്രവേശനമുള്ളൂ. അതുപോലെ തന്നെ തങ്ങൾപാറയുടെ പൂർണ്ണമായ നിയന്ത്രണാധികാരം വഖഫ് ബോർഡിന്റെ കീഴിലായി ബദരിയ മുസ്ലിം ജമാഅത്തിനായിരിക്കുന്നതാണ്. ഇത് ശരിക്കും അത്തിയല്ലേ? കാട്ടത്തിയ അല്ലേ? ആ,
ആണ്ട് നേർച്ചയ്ക്ക് പ്രധാനമായിട്ടും ഇതുണ്ടല്ലേ. ഇവിടെ അത്യാവശ്യം നെറ്റ് ഉണ്ടല്ലേ. സിമ്മ് ജിയോ കയറി വരുന്നുണ്ട്. ജിയോ കയറി വരുന്നുണ്ട്. ആ ആ ഡാൻസറാണോ? അടിപൊളി. നമുക്കിതുവരെ ബില്ല് അടിച്ചിട്ടില്ല. ഇൻസ്റ്റയിലാണ് തോന്നേ. ഇൻസ്റ്റയില് ഉണ്ട്. എഫ് ബി ഇല്ല. നിസാം ചെയ്തിട്ടുണ്ട്. ഇൻസ്റ്റാഗ്രാമിൽ അധികം സംഭവം ഇടുന്നില്ല. എന്നാലും ഇൻസ്റ്റാഗ്രാം 1-2 64K ഒക്കെ കയറിയിട്ടുണ്ട്. നമ്മുടെ ഇവിടുന്ന് ആ സ്ഥലത്ത് നിന്നാണ് പാരാഗ്ലൈഡിങ് നടക്കുന്നത്. ആ വാച്ച് ടവർ കണ്ടോ? കാണാവോ? ആ കാണുന്നത് വാച്ച് ടവർ. ആ പൊക്കം കണ്ടോ? പൊക്കത്തിൽ കളിയായിട്ട് കാണുന്നുണ്ടോ? ആ സാധനം വാച്ച് ടവറാണ്. വാഗമണ്ണ് വാച്ച് ടവർ എന്ന് പറഞ്ഞാൽ അതാണ്. അതിൻ്റെ തൊട്ടടുത്താണ് ഗ്ലാസ് ബ്രിഡ്ജ് ഉള്ളത്. അതിൻ്റെ അടുത്താണ് ഈ പാരാഗ്ലൈഡിങ്. അല്ലല്ല, ആ തെളിഞ്ഞ് കിടക്കുന്ന കേട്ടോ കുറച്ച് ഭാഗം. അതുപോലെ നേരെ അങ്ങ് നോക്കിയേ. വെള്ളിങ് അല്ല, ഈ തൂണ് കണ്ടോ? തൂണ് കണ്ടോ? നേരെ നോക്കി. രണ്ട് വാച്ച് ടവർ ഉണ്ട്. അതിൻ്റെ തൊട്ടടുത്താണ് ഇത്. 4500 രൂപ കണ്ട ഈ ഗ്ലൈഡിങ് ഇതൊക്കെ കയറി പറക്കുന്നത്. ആ അപ്പോൾ 20 മിനിറ്റൊക്കെ ഉണ്ട്. ഇത് ഈ ഏരിയ എല്ലാം ഇങ്ങോട്ട് അധികം വരത്തില്ല. അപ്പുറത്തെ ഏരിയ എല്ലാം കവർ ചെയ്ത് പിന്നെ അഥവാ എയറിൽ എന്തെങ്കിലും വിഷയം വന്നു കഴിഞ്ഞാൽ നേരെ താഴെ കൊണ്ടിറക്കും. ഇതെടുത്ത് യൂട്യൂബിൽ നിന്ന് എടുത്ത് വർത്താനം പറഞ്ഞപ്പോൾ ലോക്കായിപ്പോയി. എങ്ങനെ ഇത് ഞാനിതുവഴി പോയിട്ട് തിരിച്ചു വന്നാൽ ഞാൻ ഇതുവഴിയാണ് വന്നത്. ഈ റോഡ് ആ താഴെ കടന്ന റോഡ് ഉണ്ടോ? ആ റോഡ് ഇങ്ങനെ ഇവിടെ ഒരു ഇത് ആ കാണുന്ന റിസോർട്ടിൽ പണിക്ക് വന്നവരുടെ കൂടത്തിൽ കയറി വന്നു. ഒമ്പതരായി. 10-12 ആകുമ്പോൾ താഴെ ചെല്ലണം. എന്നാൽ ലോട്ടറി വിൽപ്പന മീനെ. പവർ ബാങ്കില്ലേ? ഇല്ലേ? ആ ആ നെറ്റ് കുറവാണ്. സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചാൽ മതി. ടൈപ്പിംഗ് ചെയ്തിട്ടുണ്ട്, സബ് ചെയ്തിട്ടുണ്ട്. ഈ പോയെങ്കിൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ അവിടെ ഒരു
11:30 കഴിഞ്ഞ് ഇറക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് സ്പീഡിൽ തന്നെ പോയേക്കാം, അധികം ഒരിടത്തും തങ്ങാതെ. അടുത്ത ഞായറാഴ്ച കയറി വരേണ്ടതാണ്. ഒരു ഹായ് ഒക്കെ വെച്ചിട്ട് എല്ലാവരും ഒന്നിച്ച്. ഞങ്ങൾ ഇതിൻ്റെ തൊട്ട് താഴെ താമസിക്കുന്നത്. ഇവിടുന്ന് ഒരു ശരിക്കും പറഞ്ഞാൽ 8 കിലോമീറ്റർ ഉള്ളൂ. ഈ വാഗമൺ റോഡിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ പണി തീർന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് സിമ്പിളാണ് കയറി വരാൻ. പകുതി ദൂരത്തെ പണിയായിട്ട് ആരെങ്കിലും കഴിഞ്ഞിട്ടുള്ളൂ, ബാക്കി കിടക്കുക. അപ്പോൾ ചേലക്കരക്കാരെല്ലാവരും ഹായ് പറഞ്ഞേ. ശരി. ഇവിടെ വന്നപ്പോൾ അത്ഭുതപ്പെട്ടു പോയി. കാരണം ഇപ്പോൾ ഞാൻ അതിരാവിലെ വന്നതിന് ശേഷം നമ്മൾ തിരിച്ചിറങ്ങിയ സമയത്ത് വന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ പല സ്ഥലങ്ങളിൽ നിന്ന്, കേരളത്തിൻ്റെ അങ്ങേയറ്റത്ത് നിന്ന്, കണ്ണൂരിൽ നിന്നും കാസർഗോഡ് നിന്നും തൃശ്ശൂരിൽ നിന്നൊക്കെ ആൾക്കാർ ഇവിടെ എത്തി വളരെ വിഷമിച്ചാണ് മലയിൽ കയറി പ്രകൃതി ഭംഗി ആസ്വദിക്കുന്നത്. ഇതിൻ്റെ തൊട്ടടുത്ത് കിടക്കുന്ന നമ്മൾ ഇത് ആസ്വദിക്കാൻ തയ്യാറാകാത്തത് വളരെ ദൗർഭാഗ്യകരമായ കാര്യമാണ്. നമ്മുടെ ഈ തൊട്ടടുത്ത പ്രദേശങ്ങളിലുള്ള ആൾക്കാരുടെ ഇതിനു വേണ്ടിയിട്ട് ശ്രമം നടത്തണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ കയറാൻ വന്നാണോ? അവിടെ ഖബർസ്ഥാനുണ്ട്, പ്രാർത്ഥന നടത്തുന്നവരുണ്ട്, നേർച്ചയുള്ളവരുണ്ട്. ഇതുപോലെ കുറച്ചുകൂടെ കയറ്റം കയറി ചെന്ന് കഴിഞ്ഞാൽ ഇതിൻ്റെ ഭംഗി ആസ്വദിക്കാം. നിങ്ങൾ ഈ കൂടുതൽ വന്നാണോ? തൃശ്ശൂരിൽ നിന്ന് വന്നാണോ? ചേലക്കര. വാഗമൺ ഒരു സിമ്പിളാണ്. അതുമല്ല, ഈ ഒരു ശകല ഭാഗം മാത്രമേ ഇച്ചിരി ടഫായിട്ടുള്ളത്. അത് നമ്മൾ നേരെ കയറാതെ അല്പം ചെരിഞ്ഞ് കയറുക. ഇങ്ങനെ ചെരിഞ്ഞ് ഇങ്ങനെ കയറുക. നമ്മള് സ്ഥലത്ത് വരുവാണ്. ആലുവ. ഖബർസ്ഥാനിലേക്കാ. അടുത്ത ആഴ്ചയായിരുന്നു ആണ്ട് നിറച്ചായിരുന്നല്ലോ. അതായത് കോലാലമേട് ഊട്ടിക പഞ്ചായത്ത് തങ്ങൾപ്പാറ ഭാഗം, അത് നമ്മുടെ കോട്ടയം ജില്ല. ആ ഭാഗം എന്ന് പറഞ്ഞാൽ ഇടുക്കിയില്ല. വാഗമണ് ആ ഭാഗം ഇടുക്കിയില്ല. അപ്പം അത് നമ്മൾ കാണുന്ന പ്രദേശം എന്ന് പറയുന്നത് നമ്മുടെ ജെ മർഫി സാഹിബിൻ്റെ ഏന്തിയാർ. എന്നാൽ ജെ മർഫി സാഹിബിൻ്റെ ഏന്തിയാർ എന്ന് പറഞ്ഞാൽ വർഷങ്ങൾക്ക് മുന്നേ റബ്ബർ കൃഷി. അപ്പം ഇടുക്കി ഗോൾഡ് അല്ലേ? അതെ അതെ. ഒരു സീരിയൽ താരമില്ലേ ഇവിടെ? അനീഷ്. ഞാൻ അനീഷിന്റെ കൈവശ ഒരു വീഡിയോ എടുത്തായിരുന്നു. ദുഃഖവെള്ളിയാഴ്ച കയറി വന്നപ്പോ. തരാം. ലോട്ടറി 50 അല്ലേ? 50. പേര് വേണേ പരിചയപ്പെടുത്തിക്കും. സുമ. കറക്റ്റ് സ്ഥലം ചേലക്കര. ഒരു ബസ് നിറയെ ആൾക്കാർ വന്നാണ്. മുകളിലോട്ട് കയറാനുള്ള മടി കൊണ്ട്. മടിയായിട്ടല്ല, പയ്യ പറ്റാതെ. കാലുവേദന. പേര് ലത. എന്തായാലും ലോട്ടറി ജീവിതമാർഗം നോക്കിയെടുത്തു. നമ്പർ നോക്കി. എവിടെയാണ് സ്ഥലം? എറണാകുളം. ഇവിടുന്ന് ചില സ്പീഡ് കുറച്ച് പോവാണെയുണ്ടല്ലോ, അധികം വിഷമിക്കാതെ കയറുമ്പോൾ. ഇവിടുന്ന് ചെറിയ സ്ഥലമാണെന്ന് ഓർത്തുകൊണ്ട് സ്പീഡിൽ പോകുമ്പോൾ കയറ്റമുള്ളിടത്ത് ചിലപ്പോൾ മടുപ്പ് വരും. ഇച്ചിരി സ്പീഡ് കുറച്ച് പോവുക, അപ്പോൾ സിമ്പിളായിട്ട് കയറി പോകാൻ പറ്റും. അടുത്ത ആഴ്ചയായിരുന്നു വരേണ്ടത്. ആണ്ട് നിറച്ചായിരുന്നു ഇവിടെ. ഇവിടുത്തെ ഒരു പ്രധാന പ്രത്യേകത എന്ന് പറഞ്ഞാൽ, നമ്മുടെ ഇത് തങ്ങൾപ്പാറ, അത് മുസ്ലിം തീർത്ഥാടന കേന്ദ്രം. പക്ഷേ ഇവിടെ തങ്ങൾപ്പാറയുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ മുരുകൻമലയുണ്ട്, പിന്നെ കുരിശുമലയുണ്ട്. ഈ വാഗമൺ അല്ലെങ്കിൽ ഇത് കോലാലമേടിൻ്റെയൊക്കെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ മൂന്നിൻ്റെയും പുണ്യഭൂമിയാണ്, സംഗമഭൂമിയാണ്. എവിടെയാണ് സ്ഥലം? എറണാകുളമാണോ? അടുത്ത ആഴ്ചയായിരുന്നു ആണ്ട് നേർച്ചയായിരുന്നു ഇവിടെ. അടുത്ത ഞായറാഴ്ച.
എവിടെയാണ് സ്ഥലം? കാഞ്ഞിരമറ്റം. ആ എന്താണ് പേര്? എവിടെയാണ് സ്ഥലം? കാഞ്ഞിരമറ്റം. ആ വല്ല ഒന്നിച്ച് വന്നവരാ? ആ ആ കാഞ്ഞിരമറ്റത്ത് ഒരു തങ്ങൾ പേര് കേട്ട ആണല്ലേ? ആ ആണ്. ആ ഞാൻ കേട്ടിട്ടുണ്ട്. ആ അപ്പോൾ ഇവിടെ വരുന്ന ഞായറാഴ്ച ആയിരുന്നു ആണ്ട് നേർച്ചയായിരുന്നു. ആ അല്ല ഇവിടുത്തെ എല്ലാ മാസം ഇവിടെ ഉണ്ട്. ഇപ്പോൾ പ്രധാനമായിട്ട് ആണ്ട് നേർച്ച വരുന്ന ഞായറാഴ്ച. ആ ശരി. പിന്നെ ഇച്ചിരി വലിപ്പം അത് നോത്തേ. ആണോ? ആ റോസറിനൊക്കെ നിന്ന് പണിയുന്നുണ്ടോ? എന്നതാ അങ്ങനെ ഇന്ന് രാവിലെ തങ്ങളുപാറയ്ക്കെത്തി. തങ്ങളുപാറ ഖബർസ്ഥാനിലൊക്കെ പോയി നമ്മൾ നടന്നു വരുന്ന ഭാഗമാണ്. വളരെ സുന്ദരമായ കാലാവസ്ഥയാണ്. വളരെ നല്ല അനുഭൂതിയാണ്. ആത്മീയതയോടൊപ്പം തന്നെ ടൂറിസവും കൂടെ കലർന്നുള്ള ഒരു പ്രധാനപ്പെട്ട സ്ഥലമാണ്. കാരണം എല്ലാ സ്ഥലത്തു നിന്നും നാട്ടിൽ ഉള്ള ആൾക്കാർ പുറമേ തന്നെ കേരളത്തിൻ്റെ നാനാ സ്ഥലത്തു നിന്നും ആൾക്കാരും ഇവിടെ എത്താറുണ്ട്. ഷെയ്ഖ് ഫരീദീൻ മഖാമിലേക്ക് തങ്ങൾപാറ കോലാലം ആണ്ട് നേർച്ചയിലേക്ക് സ്വാഗതം.